പാലക്കാട് കഞ്ചിക്കോട് മലമ്പുഴ മേഖലയിലെ കാട്ടാന ഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തെങ്ങും പ്ലാവും ഉൾപ്പെടെയുള്ള കൃഷിയാണ് നശിപ്പിച്ചത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ. ഞങ്ങൾക്ക് രാത്രി ഒരു 6 മണി കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ റോഡിൽ ടൗണിലേക്ക് പോയിട്ട് കഴിഞ്ഞാൽ വരാൻ ബുദ്ധിമുട്ടാണ്. അതിൽ വീട്ടിൽ നമ്മൾ ആ സമയത്തൊന്നും വെളിയിൽ ഇറങ്ങി വീട്ടിൻ്റെ അധികം വീട്ടിൽ മറ്റേ മാങ്ങ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത് തിന്നാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കണം. അറിയാതെ നമ്മൾ ഇറങ്ങിപ്പോയി അതിപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ സൗണ്ട് കേട്ടാൽ ഓടുന്നതാണ്. ഇപ്പം അത് ഓടുന്നില്ല. നമ്മുടെ സൗണ്ട് കേട്ടാൽ അത് തിരിച്ചും നമ്മൾ മുടുക്കും. അപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുകയാണ്. മലമ്പുഴ ആറങ്ങോട്ടുകുളമ്പിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനകൾ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത്. തെങ്ങും മാവും ഉൾപ്പെടെ കൃഷി നശിപ്പിച്ചു. കർഷക തൊഴിലാളികൾ പലരും തലനാരിഴക്കാണ് ആനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒരുപാട് പെട്ടിട്ടുണ്ട് എൻ്റെ മുന്നിൽ. ഞങ്ങൾ കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടത് അവിടെ വന്ന് നിന്നിട്ട് പിന്നെ പടക്കം പൊട്ടിച്ചിട്ടാണ് ആന ഓടിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോണ നേരത്തായിരിക്കും ആന മുടുക്കുക. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും ബുദ്ധിമുട്ട്, ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ട്, എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പണി ചെയ്യാൻ വരണ്ടേ, പണി ചെയ്യാതെ കഴിയാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് തടയാൻ നിരവധി നിവേദനങ്ങളും പരാതിയുമൊക്കെ നൽകിയെങ്കിലും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിങ്ങൾ ആന ഇത്തരത്തിൽ ഉപദ്രവിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി ഷെഡിലേക്ക് ഓടി രാവിലെ കാലത്ത്. മുമ്പൊക്കെ അത്ര അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ പരിപാടി. ആനകൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണുങ്ങൾ പണി മാറി പോകുമ്പോൾ ഇന്ന് രാവിലെ വരുമ്പോൾ നേരം വൈകിട്ടാണ് വന്നത് ആന കാരണം. പ്രദേശത്ത് പലരും കൃഷി തന്നെ ഉപേക്ഷിച്ചു പോയിട്ടുമുണ്ട്. ഇവിടുത്തെ ഈ സാധാരണക്കാരുടെ ആവശ്യം കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടാണ് MLA തുടർന്നുള്ള MP ആയാലും ശരി, പഞ്ചായത്തായാലും ശരി, ഏതൊരു ഭരണപക്ഷത്തു നിന്ന് ഒരു തുടർ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജീവനും സ്വത്തിനും ഒരു തരത്തിലുള്ള വാല്യൂവും കൊടുക്കാത്ത ഒരു സർക്കാരിൻ്റെ കീഴിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കാണുന്നത് ഈ കർഷകൻ ഏകദേശം ഹെക്ടർ കണക്കിനുള്ള കൃഷിയുള്ള ആളായിരുന്നു. അദ്ദേഹം അവാർഡ് വില വാങ്ങിയിട്ടുള്ള ആളായിരുന്നു. സന്തോഷം എന്നുള്ള പേരാണ്. അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് കൃഷി മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കടം കയറി ഇവിടുന്ന് മാറേണ്ട അവസ്ഥയിലാണ്. ഇതുമാതിരി നിരവധി കർഷകർ. തങ്ങളുടെ ജീവനും വില കൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 1-2 ദിവസമല്ല, കാലങ്ങളായി മലമ്പുഴ കഞ്ചിക്കോട് മേഖലയിലെ ജനങ്ങൾ കാട്ടാന ഭീതിയിൽ കഴിയുന്നു. പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടും കാലം കുറയായി. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.